ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ജനുവരി 27 കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് ജനുവരി 27 പത്രങ്ങളൊന്നും ഇല്ലാത്തതിനാൽ പുതിയ കറണ്ട് അഫയേഴ്സ് ഒന്നുമില്ല. ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്ന ചില കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ച ഡോക്യുമെൻ്ററി ഏതാണ്? കൈതയും ദളിതരും പിന്നെ ചാമുണ്ടിയും. കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ച ഡോക്യുമെൻ്ററിയാണ് കൈതയും ദളിതരും പിന്നെ ചാമുണ്ടിയും. എം സുകുമാർജിയാണ് ഈ ഡോക്യുമെൻ്ററിയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത്. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് എം നേതാവുമായിരുന്ന KM മാണിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് എം നേതാവുമായിരുന്ന KM മാണിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ. എല്ലാ ആക്സിഡന്റ് സൈറ്റുകളും മാപ്പ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. പഞ്ചാബ് സംസ്ഥാനമാണ് എല്ലാ ആക്സിഡന്റ് സൈറ്റുകളും മാപ്പ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. മാപ്പിൾസ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് പഞ്ചാബ് ഈ സേവനം നടപ്പിലാക്കിയത്. പരിസ്ഥിതി സൗഹൃദ സംരംഭങ്ങളെയും പദ്ധതികളെയും പ്രോത്സാഹിപ്പിക്കാനായി ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ് എന്ന നിക്ഷേപ പദ്ധതി ആരംഭിച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI. പരിസ്ഥിതി സൗഹൃദ സംരംഭങ്ങളെയും പദ്ധതികളെയും പ്രോത്സാഹിപ്പിക്കാനായി ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ് എന്ന നിക്ഷേപ പദ്ധതി ആരംഭിച്ച ബാങ്കാണ് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ജനുവരിയിൽ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് എവിടെയാണ്? ന്യൂയോർക്ക്, അമേരിക്കയിൽ. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് 2024 ജനുവരിയിൽ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത്. 385 ദശലക്ഷം വർഷം പഴക്കമുള്ള വനമാണ് ന്യൂയോർക്കിന് സമീപമുള്ള കെയ്റോവിൽ കണ്ടെത്തിയത്. ഇന്ത്യയിലെ ഏത് സർക്കാർ വകുപ്പിൻ്റെ 150ാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യയിലെ ഏത് സർക്കാർ വകുപ്പിൻ്റെ 150ാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വകുപ്പായ കാലാവസ്ഥാ വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1875 ജനുവരി 15 കൊൽക്കത്തയിലാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതിയതായി കണ്ടെത്തിയ ചിത്രശലഭം ഏതാണ്? സിഗരിറ്റസ് മേഘമലൈൻസിസ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ ചിത്രശലഭത്തിന്റെ പേരാണ് സിഗരിറ്റസ് മേഘമലൈൻസിസ്. രക്ഷാപ്രവർത്തകരെ ആംഗ്യഭാഷ പഠിപ്പിക്കാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പ്രാപ്യം പദ്ധതി. രക്ഷാപ്രവർത്തകരെ ആംഗ്യഭാഷ പഠിപ്പിക്കാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രാപ്യം പദ്ധതി. ഗാന്ധി എ ലൈഫ് ഇൻ 3 ക്യാമ്പയിൻസ് എന്ന പുസ്തകം എഴുതിയ വ്യക്തി ആരാണ്? MJ അക്ബർ. MJ അക്ബറാണ് ഗാന്ധി എ ലൈഫ് ഇൻ 3 ക്യാമ്പയിൻസ് എന്ന പുസ്തകം എഴുതിയ വ്യക്തി. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ അമ്പയർമാരായ മലയാളികൾ ആരൊക്കെയാണ്? N. അനന്തപത്മനാഭൻ, V. നാരായണൻകുട്ടി.
മലയാളികളായ എൻ അനന്തപത്മനാഭനും വി നാരായണൻകുട്ടിയുമാണ് ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൽ അമ്പയർമാരായ മലയാളികൾ. ഇന്ത്യൻ ആർമി 2024 ഏത് വർഷമായാണ് പ്രഖ്യാപിച്ചത്? സാങ്കേതിക വിദ്യ ആഗിരണം ചെയ്ത വർഷം. ഇന്ത്യൻ ആർമി 2024 സാങ്കേതിക വിദ്യ ആഗിരണം ചെയ്ത വർഷമായാണ് പ്രഖ്യാപിച്ചത്. സൈന്യത്തിൽ മനുഷ്യ വിഭവശേഷി കുറച്ച് ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇന്ത്യൻ സേനയുടെ പുതിയ നയം. ബ്രിട്ടനിലെ യുവ ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ബ്ലാവഡ്നിക് അവാർഡ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ രാഹുൽ ആർ നായർ. മലയാളി ശാസ്ത്രജ്ഞനായ ഡോക്ടർ രാഹുൽ ആർ നായർക്കാണ് ബ്രിട്ടനിലെ യുവ ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ബ്ലാവഡ്നിക് അവാർഡ് ലഭിച്ചത്. ബ്ലാവഡ്നിക് ഫാമിലി ഫൗണ്ടേഷനും ന്യൂയോർക്ക് അക്കാദമി ഓഫ് സയൻസും ചേർന്നാണ് ഈ പുരസ്കാരം നൽകുന്നത്. 2024 ഇന്ത്യൻ നാവികസേന ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകൾ ഏതൊക്കെയാണ്? INS ചീറ്റ, INS ഗുൽദാർ, INS കുംഭേർ. 2024 ഇന്ത്യൻ നാവികസേന ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകളാണ് INS ചീറ്റ, INS ഗുൽദാർ, INS കുംഭേർ. ഇന്ത്യയും തായ്ലാൻഡും തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരെന്താണ്? അയുത്തായ. ഇന്ത്യയും തായ്ലാൻഡും തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത നാവികാഭ്യാസത്തിന് നൽകിയിരിക്കുന്ന പേരാണ് അയുത്തായ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നിയമിച്ച ആദ്യ നിഷ്പക്ഷ വനിതാ അമ്പയർ ആരാണ്? സ്യൂ റഡ്ഫെൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നിയമിച്ച ആദ്യ നിഷ്പക്ഷ വനിതാ അമ്പയറാണ് സ്യൂ റഡ്ഫെൺ. ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2020 മത്സരത്തിലാണ് മുൻ ഇംഗ്ലണ്ട് താരം കൂടിയായ സ്യൂ റഡ്ഫെൺ നിഷ്പക്ഷ അമ്പയറാകുന്നത്. എല്ലാ ICC വനിതാ ചാമ്പ്യൻഷിപ്പ് സീരീസുകളിലും ഒരു ന്യൂട്രൽ അമ്പയർ, നിഷ്പക്ഷ അമ്പയറെ നിയമിക്കാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് നിയമിച്ച ആദ്യത്തെ നിഷ്പക്ഷ അമ്പയറാണ് സ്യൂ റഡ്ഫെൺ. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആരാണ്? സാറ. സാറ എന്ന കുട്ടിയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത്. ചെക്ക് റിപ്പബ്ലിക്കുകാരിയായ സാറയുടെ പ്രായം 4 വയസ്സാണ്. കേരളത്തിലെ ഏത് സർവകലാശാലയാണ് വൈദ്യുതി ഇല്ലാതെ ജലം ശുദ്ധീകരിക്കാനായി നാനോ പൗഡർ വികസിപ്പിച്ചത്? കേരള സർവകലാശാല. കേരളത്തിലെ കേരള സർവകലാശാലയാണ് വൈദ്യുതി ഇല്ലാതെ ജലം ശുദ്ധീകരിക്കാനായി നാനോ പൗഡർ വികസിപ്പിച്ചത്. രണ്ടായിരത്തി 2024 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത് എവിടെ വെച്ചാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ വെച്ചാണ് 2024 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത്. ജനുവരി 26 ഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വിവിധ സേനകളെ നയിച്ച മലയാളി വനിതകൾ ആരൊക്കെയാണ്? CRPFനെ നയിച്ചത് മേഘ നായരും ഡൽഹി പോലീസിനെ നയിച്ചത് ശ്വേത K സുഗതനും നാവികസേനയെ നയിച്ചതിൽ H ദേവികയും ഭാഗമായിരുന്നു.
2024 ജനുവരി 26 ഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വിവിധ സേനകളെ നയിച്ച മലയാളി വനിതകളാണ്. CRPFനെ നയിച്ചത് മേഘ നായരും ഡൽഹി പോലീസിനെ നയിച്ചത് ശ്വേത കെ സുഗതനും നാവികസേനയെ നയിച്ചവരിൽ ഒരാൾ H ദേവികയും ആയിരുന്നു. 2024 ജനുവരി 26 ഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്തായിരുന്നു? വികസിത് ഭാരത്, ഭാരത് ലോകതന്ത്ര കി മാതൃക. വികസിത് ഭാരത്, ഭാരത് ലോകതന്ത്ര കി മാതൃക എന്നതായിരുന്നു 2024 ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം. 2024 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റായിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. 2024 ഏറ്റവും കൂടുതൽ പത്മ പുരസ്കാരങ്ങൾ നേടിയ വിദേശ രാജ്യം ഏതാണ്? ഫ്രാൻസ്. വിദേശ രാജ്യമായ ഫ്രാൻസ് ആണ് 2024 ഏറ്റവും കൂടുതൽ പത്മ പുരസ്കാരങ്ങൾ നേടിയ വിദേശ രാജ്യം. ഫ്രാൻസിൽ നിന്നുള്ള 4 വ്യക്തികൾക്കാണ് 2024 പത്മശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചത്. പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച വിദേശിയാണ് തായ്വാനിൽ നിന്നുള്ള യങ് ലിയു. ഇലക്ട്രോണിക്സ് കമ്പനിയായ ഫോക്സ്കോണിന്റെ CEO ആണ് യങ് ലിയു. 2024 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ പേരെന്താണ്? ഹമാര സംവിധാൻ ഹമാര സമ്മാൻ. 2024 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് ഹമാര സംവിധാൻ ഹമാര സമ്മാൻ. 2024 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ചരിത്രത്തിലാദ്യമായി ഒരുമിച്ച് പരേഡിൽ മാർച്ച് ചെയ്ത ദമ്പതികൾ ആരൊക്കെയാണ്? മേജർ ജെറി ബ്ലെയ്സ്, ക്യാപ്റ്റൻ സുപ്രീത CT. 2024 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ചരിത്രത്തിലാദ്യമായി ഒരുമിച്ച് പരേഡിൽ മാർച്ച് ചെയ്ത ദമ്പതികളാണ് മേജർ ജെറി ബ്ലെയ്സ്, ക്യാപ്റ്റൻ സുപ്രീത CT. ഒറ്റിക്കൊടുത്താലും എന്നയൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരം എഴുതിയ വ്യക്തി ആരാണ്? പ്രഭാ വർമ്മ. പ്രശസ്ത മലയാള കവിയായ പ്രഭാ വർമ്മയാണ് ഒറ്റിക്കൊടുത്താലും എന്നയൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരം എഴുതിയ വ്യക്തി. ഗ്വാട്ടിമാലയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി ആരാണ്? ബെർണാഡോ അരവലോ. ഗ്വാട്ടിമാലയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് ബെർണാഡോ അരവലോ. വിങ്സ് ഇന്ത്യ 2024 മികച്ച എയർലൈനായി തിരഞ്ഞെടുക്കപ്പെട്ട എയർലൈൻ ഏതാണ്? വിസ്താര എയർലൈൻ. വിങ്സ് ഇന്ത്യ 2024 മികച്ച എയർലൈനായി തിരഞ്ഞെടുക്കപ്പെട്ട എയർലൈനാണ് വിസ്താര എയർലൈൻ. മികച്ച വിമാനത്താവളങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബംഗളൂരു വിമാനത്താവളവും ഡൽഹി വിമാനത്താവളവുമാണ്. വിങ്സ് ഇന്ത്യ 2024 മികച്ച വിമാനത്താവളങ്ങളായി തിരഞ്ഞെടുത്തത് ബംഗളൂരു വിമാനത്താവളത്തെയും ഡൽഹി വിമാനത്താവളത്തെയുമാണ്. ദ ടോക്കിയോ ടവർ ഓഫ് സിമ്പതി എന്ന പുസ്തകം രചിച്ച ജാപ്പനീസ് എഴുത്തുകാരി ആരാണ്? റീ കുദാൻ. പ്രശസ്ത ജാപ്പനീസ് എഴുത്തുകാരിയായ റീ കുദാൻ ആണ് ദ ടോക്കിയോ ടവർ ഓഫ് സിമ്പതി എന്ന പുസ്തകം രചിച്ച ജാപ്പനീസ് എഴുത്തുകാരി. ഈ നോവൽ എഴുതുന്നതിന് നിർമ്മിത ബുദ്ധിയുടെ സഹായം ഉണ്ടായിരുന്നു എന്ന റീ കുദാന്റെ വെളിപ്പെടുത്തൽ വൻ വാർത്തയായിരുന്നു. ജാപ്പനീസ് സാഹിത്യത്തിലെ ഉന്നത ബഹുമതികളിലൊന്നായ
അക്കുതഗാവ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് റീ കുദാൻ. വിവാഹിതരായ സ്ത്രീകൾക്ക് വേണ്ടി ഛത്തീസ്ഗഡ് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? മഹാതാരി വന്ദൻ യോജന. അവിവാഹിതരായ സ്ത്രീകൾക്ക് വേണ്ടി ഛത്തീസ്ഗഡ് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് മഹാതാരി വന്ദൻ യോജന. വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിവർഷം 12,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മഹാതാരി വന്ദൻ യോജന. വനത്തിനകത്ത് വച്ച് തേനീച്ച കടന്നൽ ആക്രമണത്തിൽ മരണപ്പെട്ടാൽ ലഭിക്കുന്ന നഷ്ടപരിഹാര തുക എത്രയാണ്? 10 ലക്ഷം. വനത്തിനകത്ത് വെച്ച് തേനീച്ചയുടെയോ കടന്നലിൻ്റെയോ ആക്രമണത്തിൽ മരണപ്പെട്ടാൽ ലഭിക്കുന്ന നഷ്ടപരിഹാര തുക 10 ലക്ഷം രൂപയാണ്. വനത്തിന് പുറത്തു വെച്ച് തേനീച്ചയുടെയോ കടന്നലിൻ്റെയോ ആക്രമണത്തിൽ മരണപ്പെട്ടാൽ 2 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.